മഞ്ഞപ്പിത്തം ബാധിച്ച് അതിൽ നിന്നും റിക്കവർ ആയി വന്ന ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കുള്ളതാണ് ഈ വീഡിയോ. മഞ്ഞപ്പിത്തം വന്ന് അതിൽ നിന്ന് റിക്കവർ ആയി, അതായത് ബിലിറൂബിൻ ഒക്കെ നോർമൽ ആയി എന്ന് പറഞ്ഞാലും ലിവർ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ തന്നെയായിരിക്കും. ലിവർ കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടില്ല. ലിവറിന് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് റിപ്പയറിന് സഹായിക്കുന്ന ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. റിപ്പയറിന് സഹായിക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം ഹൈ ഫാറ്റ് കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് പാടെ ഒഴിവാക്കുക. അതുപോലെ ഫുഡ് റെസ്ട്രിക്ഷൻ, നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്നുള്ളത്. നോ, ഫുഡ് റെസ്ട്രിക്ഷൻ ജോണ്ടിസിന് ശേഷം ഒട്ടും ചെയ്യേണ്ട കാര്യമല്ല. റിപ്പയറിന് സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങൾ കഴിക്കാം. റിപ്പയർ എന്ന് പറയുമ്പോൾ ലിവറിന്റെ മെറ്റബോളിസം, അതായത് ഫാറ്റിന്റെ മെറ്റബോളിസം, പ്രോട്ടീന്റെ സിന്തസിസ്, അതുപോലെ കുറച്ച് സ്റ്റോറേജ്, ഗ്ലൈക്കോജൻ സ്റ്റോറേജ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ താറുമാറായിട്ടുള്ള സിറ്റുവേഷനാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ അതിന് ഒന്നും കൂടെ നല്ല ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കണം കൊടുക്കുന്നത്. ഹൈ പ്രോട്ടീൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഓവർലോഡായി മാറും. അതുകൊണ്ട് ലോ ടു മോഡറേറ്റ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാവുന്നതാണ്. ഒരുപാട് സ്പൈസി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഷുഗറി അല്ലെങ്കിൽ ലിവറിന് അതൊക്കെ ഓവർലോഡാണ്. ഓയിൽ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ, ഭയങ്കര ഓയിൽ റിച്ച് ആയിട്ടുള്ള ഫുഡ്, അതൊക്കെ ലിവറിന് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഫാറ്റ് കുറച്ച് ലോവർ സൈഡിലേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് പ്രോട്ടീൻ ലോ ടു മോഡറേറ്റ് സൈഡ് കൊണ്ടുപോവുക. അതിനുശേഷം ലിവറിന്റെ റീജനറേഷൻ, ലിവറിന്റെ സെല്ലുകളുടെ റീജനറേഷന് സഹായിക്കുന്ന കാര്യങ്ങളാണ് വൈറ്റമിൻ സി, അതുപോലെ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, കെരോട്ടിനോയിഡ്സ്, ഇവയൊക്കെ. അതായത് നമ്മുടെ ക്യാരറ്റ്, അങ്ങനത്തെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എന്തൊക്കെ ഫുഡുകളാണ് സ്പെസിഫിക്കലി കഴിക്കാൻ പറ്റുന്നത് എന്നുള്ളത് എന്റെ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. ടിൽ ദെൻ, ടേക്ക് കെയർ.